ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുലിഖിതം. പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ വർഷത്തിൽ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് പ്രേമ. ഞാൻ നെന്മാറയിൽ നിന്ന് വരുന്നു. നെന്മാറയിൽ നിന്ന് പ്രേമ. ഞാൻ 2-3 മാസം എൻ്റെ വലത് മുട്ടുകാലിൽ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ജോലി ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിൻ്റെ അടുത്ത് ആരുടെ അടുത്തും പറഞ്ഞില്ല. ആസ്പത്രിയിൽ പോയാൽ അത് വല്ല രോഗമാണെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ തന്നെ വെച്ചു. അപ്പോൾ കൂടുതൽ വേദനയായപ്പോൾ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. കൂടുതൽ വേദനയായപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കാലിൽ വേദനിക്കണു, അപ്പം നീ നല്ലൊരു ഡോക്ടറെ പോയി കാണും. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വലിയൊരു ഡോക്ടറുണ്ട്, അത് എന്നെ സുഖപ്പെടുത്തും. അപ്പം ഞാൻ എല്ലാ ഞായറാഴ്ചയും എട്ടാഴ്ചൻ്റെ അഭിഷേകശാന്തി പ്രോഗ്രാം ഞാനും എൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണും. അപ്പോൾ സെപ്റ്റംബർ ഒരു ഞായറാഴ്ച, അത് ഞായറാഴ്ച ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങക്ക് മനസ്സുണ്ടായി സയ്യോനാഥ, അങ്ങയുടെ തിരു രക്തം കൊണ്ട് എന്നെ ഇരുകരം നീട്ടി എന്നെ സുഖപ്പെടുത്തണേ നിലവിളിച്ച കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തി പറഞ്ഞ 5 ദിവസത്തെ കൺവെൻഷൻ വെട്ടാഴ്ച നടക്കുന്നുണ്ട്. ഞാൻ ഈ 5 ദിവസം പങ്കുകൊണ്ട് ഞാൻ അതിൽ സാക്ഷ്യപ്പെടുത്താൻ, അനേകം മക്കളുടെ ഇടയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നില്ല, പോയില്ല. ഞാൻ പിറ്റേ ദിവസം ബാത്റൂമിൽ കയറി കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ നോക്കിയപ്പോഴാ ആ മുഴ കാണാനില്ല, പൂർണ്ണമായും അപ്രത്യക്ഷമായി പോയ കാഴ്ചയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു വേദന പോലും ഇല്ല. യേശുവിന് 1000 നന്ദി. അതിന്റെ നന്ദി സൂചകമായി 5 ദിവസം ഇവിടെ വന്ന് കൺവെൻഷൻ കൂടി ജനങ്ങളുടെ ഇടയിൽ ഇത് വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എത്രയോ നാളുകളായി അനേകം രോഗങ്ങളാൽ വേദനിക്കുന്ന ആയിരക്കണക്കിന് മക്കൾ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് ആശുപത്രികളിലും വീടുകളിലുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 13-ാം തിരുലിഖിതം, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഈ സമയം കുടുംബത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മീയമായി ദുരിതത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യപാനം, പുകവലി, ചീട്ടുകളി, ഹാൻസിൻ്റെ ഉപയോഗം, കഞ്ചാവ്, ഇങ്ങനെയുള്ള എല്ലാ തിന്മകൾക്ക് അടിമപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം. പഠിക്കാൻ പറ്റാത്ത വിധം ദുർപീഡ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥിനികളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് മാതാപിതാക്കന്മാരുടെ കൂടെ കൈകൾ കൂപ്പി പിടിച്ച് നിൽക്കുക. പഠിക്കാനുള്ള ബുദ്ധിയുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഇപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യം തോന്നുന്നില്ല. ആ അവസ്ഥയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. യോഹന്നാൻ 14:14, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. മർക്കോസ് 11:24, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. രോഗക്കടകളിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. സാമ്പത്തിക കടബാധ്യതയുള്ളവർ ആ നിയോഗം പറയുക. ഒട്ടും വിശ്വാസം ഇല്ലാത്തവർ ആ വിശ്വാസം ഇല്ലാത്ത ആ മരുഭൂമി പോലെയുള്ള ആ ഒരു അവസ്ഥ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. കർത്താവേ, ഇതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗം. കർത്താവിനോട് പറയുക. 119-ാം സങ്കീർത്തനത്തിൽ 26-ാം തിരുലിഖിതം, ഞാൻ എൻ്റെ അവസ്ഥ
കർത്താവിനോട് വിവരിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എല്ലാ അവസ്ഥകളും കർത്താവിനോട് പറയുക. ഇതാണ് കർത്താവ് എൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ കുടുംബം, ഇതാണ് എൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ ജീവിത പങ്കാളി, ഇതാണ് എൻ്റെ മക്കളുടെ അവസ്ഥ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇനി 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അറിയാവുന്നതുപോലെ ഈ സമൂഹത്തോട് ചേർന്ന് ഉറക്കെ സ്തുതിക്കുക. നിങ്ങൾക്ക് ഒരാൾക്ക് സ്തുതിക്കാൻ ചില മടി തോന്നിയാലും ചില ക്ഷീണം തോന്നിയാലും ഇതാ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാവുന്നതുപോലെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ രാജാവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുവാൻ ഇപ്പോൾ കൈകൾ നീട്ടണമേ. ഈ രോഗികളെ സ്പർശിക്കണമേ. ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ ഇടപെടണമേ. ഈ കണ്ണുനീരിലേക്ക് ഇടപെടണമേ. ഈ നിലവിളി കേൾക്കണമേ. ഇപ്പോൾ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കാലങ്ങളായുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഓ, ക്യാൻസർ രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ആസ്മയും അപസ്മാരങ്ങളും വിട്ടുമാറി പോകട്ടെ. ആരാധന, 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 ആരാധന. ഓ, ഈ ദൈവമക്കളിൽ നിന്ന് പൈശാചിക പീഡകളും മാരക വ്യാധികളും പകർച്ചവ്യാധികളും ദുരദൃഷ്ടങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പിതാവേ, യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി കുടുംബങ്ങളിൽ ഇപ്പോൾ ഇടപെടണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായ ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. ഇപ്പോൾ തുടരണമേ കർത്താവേ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സ്നേഹന്മാരിൽ 2 കരങ്ങൾ ഉയർത്തി സൗഖ്യമേകി നയിക്കണേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ പരിശുദ്ധാത്മാവേ, സൗഖ്യമേകി നയിക്കണേ. പരിശുദ്ധാത്മാവേ, സ്നേഹന്മാരിൽ ശക്തിയോടെ ദാഹിച്ചു ദാഹിച്ചു സൗഖ്യമേകി കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ സൗഖ്യമേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ സൗഖ്യമേ പരിശുദ്ധാത്മാവേ സൗഖ്യമേകി സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. ഇപ്പോൾ തന്നെ അനേകരെ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. നടുവിൻ്റെ വേദനകൾ എടുത്തു മാറ്റണമേ കർത്താവേ. കഠിനമായ തലവേദനകൾ സുഖപ്പെടുത്തണമേ കർത്താവേ. ദൈവമേ, ഹാർട്ട് സംബന്ധമായ രോഗത്തിന് ചികിത്സിക്കുന്നവർ ഇപ്പോൾ സ്പർശിക്കണമേ. കരൾ രോഗങ്ങൾ നിമിത്തം വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസ വർഷത്തിൽ ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പുത്രനായ യേശു പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ടാകും. ഒരു കൂട്ടം ആളുകളുടെ പ്രത്യേകത, അവർ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ മഹത്വം അവർ പുല്ലുപോലെ തൃണവൽഗണിക്കും. മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതായിരിക്കില്ല അവരുടെ പരിഗണനാ വിഷയം. അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ അംഗീകരിച്ച്, അവർ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് മഹത്വം കൊടുത്ത്, അവർ ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ അഭിമാനിക്കുന്നൊരു ഹൃദയത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, അതാണ് ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവർ ലോകപ്രകാരം ജീവിക്കുന്നവരാണ്. അവർക്ക് ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിഷയമല്ല. പുറമേ ദൈവമേ ദൈവമെന്നൊക്കെ വിളിച്ചാലും അവർ മനുഷ്യരുടെ പ്രശംസയാണ് ആഗ്രഹിക്കുന്നത്. അവർ ലോകത്തിലെ ജീവിതമാണ് ഒന്നാമതായി കണക്കാക്കുന്നത്. ഈ ലോകത്തിൽ കയ്യടി, ഈ ലോകത്തിൽ പ്രശംസ, ഈ ലോകത്തിൽ സുഖജീവിതം, ഈ ലോകത്തിൽ എല്ലാ കാര്യവും നടക്കണം. അപ്പോൾ മദ്യപിക്കണം തോന്നിയാൽ മദ്യപിക്കും, അതിനുവേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കാൻ ഒരു മടിയില്ല. ഞാൻ മദ്യപിക്കുമ്പോൾ ദൈവം ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നവർ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ കൈക്കൂലി വാങ്ങുമ്പോൾ ഇത് ദൈവം അംഗീകരിക്കുന്നുണ്ടോ എന്നവർ ചിന്തിക്കുന്നില്ല. അവരുടെ കാര്യം നടക്കണം, ലോക ജീവിതം നടക്കണം. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ, അതാണ് സെക്കുലർ മനുഷ്യർ, അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദിവസം മുഴുവൻ പള്ളിയിൽ പോയിരുന്ന് വചനം കേൾക്കണം, അതൊന്നും ലോകപ്രകാരമുള്ള മനുഷ്യന് ചിന്തിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ തന്നെ ഈ TV പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകപ്രകാരമുള്ള അരൂപിയാണെങ്കിൽ നമുക്ക് വേറെ ചാനൽ മാറ്റി ആ ചാനലിലും ഈ ചാനലിലുള്ള നല്ല അങ്ങനെ പിരിവിരിപ്പുണ്ടാക്കുന്ന ഓരോ പരിപാടികൾ കാണണമെന്ന് ഒരു വ്യഗ്രത, ഒരു ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തിൻ്റെ അരൂപി പീഡിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ 2 തരത്തിലുള്ള ആളുകൾ. ഒന്ന് ലോകപ്രകാരം ജീവിക്കുന്നവർ, അവർ ലോകത്തെയും ലോകത്തിൻ്റെ അരൂപിയെ അംഗീകരിക്കുന്നു. അവർ ദൈവത്തിൻ്റെ അരൂപിയെയോ ദൈവാത്മാവ് നൽകുന്ന പ്രേരണകളെയോ അവർ ഗൗനിക്കുന്നില്ല. രണ്ടാമത്തെ ആളുകൾ ദൈവത്തിൻ്റെ ആളുകൾ, ദൈവത്തെ അംഗീകരിക്കുന്നവർ, അവർ ഹൃദയപൂർവ്വം ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ വഴി എന്താണ് എൻ്റെ ദൈവം ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഞാൻ ഇത് ചെയ്താൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, അവന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. ഞാൻ ന്യൂസിലൻഡ് ചെന്നപ്പം അവിടെ ഒരു ന്യൂസിലൻഡുകാരനെ പരിചയപ്പെടുത്തും, ഒരു കിവിയെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഗോഡ്, ദർ മേ ബി ഗോഡ്, ദർ മേ നോട്ട് ബി ഗോഡ്. ദൈവം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇല്ലായിക്കോട്ടെ. ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്, ഐ ഡോണ്ട് കെയർ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അദ്ദേഹം ലോകവും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ജീവിക്കാം. അങ്ങനെ ചിന്തിക്കുന്നൊരു ട്രെൻഡ് ലോകത്തിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സഹോദരി സഹോദരന്മാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ഫിലോസഫി, ഇതുപോലുള്ള ഒരു ചിന്താധാരകളുള്ള ജനങ്ങളുടെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ കാര്യത്തിൻ്റെ മർമ്മത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ തന്നിഷ്ടപ്രകാരം പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, അങ്ങനെ നാം പോകുന്നത്
വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റോമാ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 29 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ് ഇതെല്ലാം വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ അംഗീകരിക്കാൻ തന്നിഷ്ടപ്രകാരം നടന്നു എന്ന് വിചാരിക്കും, അതിന് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഒരു അന്ധകാരം കൊണ്ടുവരാൻ കഴിയും. അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, അതുകൊണ്ട് ദൈവം അവരെ അവരുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അപ്പം അങ്ങനത്തെ ഒരു ട്രെൻഡിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഭോഗാസക്തിയുടെ കഠിനമായൊരു പീഡ ആ ഇടവകയിൽ, ആ രാജ്യത്ത്, ആ സംസ്ഥാനത്ത്, ആ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഭോഗാസക്തി, ലോകത്തിൻ്റെ കാര്യങ്ങൾ അനുഭവിക്കണം, ലോകത്തിൻ്റെ സുഖം അനുഭവിക്കണം, തിന്നണം, കുടിക്കണം, ഉറങ്ങണം, ഇതിനപ്പുറത്തൊരു മൂല്യമില്ല എന്ന് വിധത്തിൽ ചിന്തിക്കുന്നത് എൻജോയ്മെൻറ്റ് എൻജോയ്മെൻറ്റ് എൻജോയ് 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 ഇത് മാത്രമേ ഹൃദയത്തിൽ നൽകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ജീവിതം തരം താഴ്ത്തപ്പെടും എന്ന് വിശുദ്ധ. അവർ ഭോഗാസക്തികളോടുകൂടെ അവരുടെ ശരീരങ്ങൾ അവമാനിതമാകുന്നതിന് ദൈവത്താൽ കൈവിടപ്പെടും എന്ന് വിശുദ്ധ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിന് കാരണം 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. സത്യമായതിനെ ഉപേക്ഷിച്ച് മിഥ്യയായതിനെ സ്വീകരിക്കുക, ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തെ സ്വീകരിക്കുക, ജലം തരാൻ കഴിവുള്ള കിണറിനെ ഉപേക്ഷിച്ച് ജലം തരാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകളെ ആശ്രയിക്കുക, ഈ ലോക കാര്യങ്ങളെ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ല, സന്ധ്യാപ്രാർത്ഥന ചെയ്യില്ല, കുർബാന സ്വീകരിക്കില്ല, കുമ്പസാരിക്കാൻ പോകുകയില്ല, ബൈബിൾ വായിക്കില്ല, ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് ജലം തരാൻ കഴിവില്ലാത്ത ലോക കാര്യങ്ങളെ ആശ്രയിക്കുക. പ്രിയപ്പെട്ട സഹോദരൻ, അതാണ് വചനം പഠിപ്പിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാനില്ല. ഈ സൃഷ്ടികളെ കണ്ടും കേട്ടും തൊട്ടും മിണ്ടിയും ഉരുമിയും അങ്ങനെ സമയം മുഴുവൻ തീർക്കുകയാണ്. ഇതാ വിനോദത്തിന് പോകുന്നു, ഇതാ സിനിമയ്ക്ക് പോകുന്നു, ഇതാ പാർക്കിലേക്ക് പോകുന്നു, ഇതാ ഷോപ്പിങ്ങിന് പോകുന്നു, നെറ്റിൽ കയറുന്നു, അങ്ങനെ സമയം മുഴുവനും ലോക കാര്യങ്ങൾക്ക് വേണ്ടി തീർക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല, ദൈവത്തെ സ്നേഹിക്കാൻ സമയമില്ല. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സൃഷ്ടിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയ ജീവിത അന്ധകാരത്തിലേക്ക് നിബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വാക്യം, 26-ാമത്തെ വാക്യം, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധികളിലും അനീതികളിലും ദുഷ്ടതയിലും അത്യാഗ്രഹത്തിലും അവർ നിറഞ്ഞു പൂണ്ടു. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികൾ പറഞ്ഞത് എങ്ങനെയാണ്, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്കിന്ന് അനുദപിക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കരമായ ക്രൂരത തോന്നുകയാണ്, കൊലപാതക ചിന്ത തോന്നുകയാണ്, കഠിന വൈരാഗ്യമാണ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? വെറുതെ വന്നതല്ല. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന ഒരു മനസ്സ്, ഒരു മെൻറ്റാലിറ്റി, ഒരു ജീവിത രീതി നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് നമുക്ക് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആ ട്രെൻഡ് ഉണ്ടെങ്കിൽ, ആ കുടുംബത്തിലുള്ളവർ അറിയാതെ കുറച്ച് കഴിയുമ്പോൾ ക്രൂരരും
നന്ദിയില്ലാത്തവരും കൃതജ്ഞരും മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരും മറ്റുള്ളവരെ കരുണയില്ലാത്തവരും മനുഷ്യത്വം ഇല്ലാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും കരുണയില്ലാത്തവരെല്ലായി തീരും. ഇതാ പറഞ്ഞല്ലേ, മാതാപിതാക്കൾ മക്കളെ കൊന്നു, മക്കളെ വേസ്റ്റ് ബോക്സ് ഇട്ടിട്ട് പോയി, മക്കള് മാതാപിതാക്കളെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു. കരുണയില്ലാത്ത പ്രവൃത്തി ചെയ്ത ആളുകളെ കുറിച്ച് കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ എല്ലാം തുടക്കം ആദ്യം തന്നെ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് ഹൃദയം അധപ്പതിക്കും. പിന്നെ ഈ തരം അശുദ്ധിയെല്ലാം ജീവിതത്തിലേക്ക് ഇരച്ചു കയറി വരും. റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യം പറഞ്ഞെങ്ങനെയാണ്? മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നീ നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടോ? ദേവാലയത്തിൽ പോകുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ആനന്ദിക്കുന്നുണ്ടോ? നിയമാവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 31 മുതൽ ഈ ഒരു വേദന ദൈവം പറയുന്നുണ്ട്. ദൈവം പറയുകയാണ്, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രൻ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചില്ല. ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തിക്കൊണ്ട് പോണത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല. നമുക്കൊരു ജോലി കിട്ടി, അത് ദൈവം തന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മളങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് സഞ്ചരിക്കാനായിട്ട് വാഹനം എത്തി, ദൈവം തന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ വസ്തുക്കൾ ഇരിക്കുന്നു, നമ്മൾ വാങ്ങിച്ചു, പൈസ കൊടുത്ത് വാങ്ങിച്ചു, പക്ഷേ അതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് ദൈവമാണ് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല. ഞായറാഴ്ച ആയപ്പോൾ ബലിയർപ്പിക്കണം, നമുക്കൊരു ദേവാലയം ഉണ്ടായി, അവിടെ ഒരു വികാരിച്ചനുണ്ടായി, ഇതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തന്നതാണ്, നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല. അതാണ് പറയണത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രൻ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റിലുമുള്ള ഓരോ കാര്യങ്ങളും ക്രമീകരിക്കാൻ നമുക്ക് മുമ്പേ നമ്മുടെ പിതാവായ നമ്മുടെ അപ്പൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നടക്കുന്നു. എന്നാൽ മനുഷ്യർ ഈ കാര്യം ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 9-ാം വാക്യം, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ ഇസ്രായേലിന് പിതാവിനെ പോലെയുള്ള ഒരു ദൈവമാണ് എന്നല്ല പറയണത്, ഞാൻ പിതാവാണ്, പിതാവിനെ പോലെയല്ല, ഐ ആം ദ ഫാദർ, ഞാൻ നിങ്ങളുടെ അപ്പനാണ് എന്ന് ദൈവം പറയാണ്. എൻ്റെ ഈ ലോകത്തിൽ അപ്പൻ എന്നെ നോക്കുന്നതിനേക്കാൾ എനിക്ക് വേണ്ടി എൻ്റെ മുമ്പേ നടന്ന് എനിക്ക് വേണ്ടി ഓരോന്നും ഒരുക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പൻ, ഈ അപ്പനെ അംഗീകരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പൻ്റെ മനസ്സ്, ഈ അപ്പൻ്റെ ഇംഗിതം, ഈ അപ്പൻ്റെ ആഗ്രഹം, ഈ അപ്പൻ്റെ പദ്ധതി, ഈ അപ്പൻ്റെ സ്നേഹം, ഈ അപ്പൻ്റെ ആഗ്രഹങ്ങൾ ഇത് മാനിക്കുന്നുണ്ടോ? പരസ്പര മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിറഞ്ഞ മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മുടെ കുടുംബത്തിൽ ഹൃദയശൂന്യതയും കരുണയില്ലായ്മയും വെറുപ്പും അശുദ്ധിയും ദുർവൃത്തിയും മദ്യപാനവും എല്ലാ അരാജകത്വങ്ങളും ഇങ്ങനെ കടവാവൽ കടന്ന് അടിക്കുന്നത് പോലെ കുടുംബത്തിലേക്ക് അങ്ങോട്ട് കൂട്ടത്തോടെ ഇരച്ചു വന്ന് അങ്ങനെ അന്ധകാരാവൃതമായൊരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ സത്യദൈവത്തെ, ഏക സത്യദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? എന്നെ ഇത്രയും വളർത്തിയത് എൻ്റെ ദൈവമാണ്, ഈ ജോലി തന്ന എൻ്റെ ദൈവമാണ്, ഈ വീട് തന്ന എൻ്റെ ദൈവമാണ്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് വേണ്ടി വാതിൽ തുറന്ന എൻ്റെ ദൈവമാണ്, ഓരോന്നും തന്നത് എൻ്റെ ദൈവമാണ്, എല്ലാം എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി ഒരുക്കുന്നത്. അംഗീകരിക്കുന്നുണ്ടോ മകനെ? അംഗീകരിക്കുന്നുണ്ടോ മകളെ? ഇന്ന് നിൻ്റെ ചിന്ത എന്താ? ഞാനായി, ഇതെൻ്റേത്, ഇതെല്ലാം എൻ്റേത്, ഞാൻ നേടി, ഞാൻ ഉണ്ടാക്കി, ഞാൻ പണിതു. പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലാതായി.
കൂതാശകളെല്ലാം ഉപേക്ഷിച്ചു. മാതാപിതാക്കളെ പോലും നിന്നയായി. ഇന്നെല്ലാം ഒരു അഹങ്കാരത്തിന്റെ രീതിയിലായി പ്രാർത്ഥിക്കുന്നു. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേനിൽ നകന്നുവോ? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേനിൽ നകന്നുവോ? ഇരു കരങ്ങളും ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു തിരിച്ചറിവ് നൽകണം കർത്താവേ. അങ്ങയുടെ ഒരു സ്പർശനം നൽകണമേ കർത്താവേ. മാനസാന്തരത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ. ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധം, ഒരു അപ്പനും മകളും തമ്മിലുള്ള ബന്ധം തന്ന് എന്നെ എൻ്റെ ജീവിതത്തിൽ കൈപിടിച്ച് നടത്തണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ശിവേ ആരാധന ആരാധന ആരാധന. സ്പർശിക്കണമേ, തൊടണമേ, ഇടപെടണമേ. ആരാധന ആരാധന ആരാധന. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിതാവായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ 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 എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. നീ മാത്രമൻ സഹായം. യേശുവേ 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 സഹായം. യേശുവേ നീ മാത്രമൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമൻ സഹായം.